ഹലോ, അസ്സാം വലൈക്കും. എൻ്റെ പേര് ഫരീദ. എല്ലാവരും ഭയങ്കര ടയേർഡാന്ന് തോന്നുന്നല്ലേ? ഒരു 5 മിനിറ്റ് അത്ര മാത്രമേ ഞാൻ സംസാരിക്കുള്ളൂ. ഞാനിവിടെ അയാദിയിലെ ഫസ്റ്റ് ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു, B1. അതായത് നമ്മളിലൂടെയാണ് ഐശ്വര്യമായിട്ട് ഡിഗ്രിയുടെ ആ ഒരു പരിപാടി ഇവർ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലുണ്ടായ സ്റ്റുഡൻ്റ് ആയിരുന്നു. എനിക്കറിയാം അയാദി എങ്ങനെയായിരുന്നു സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളത്. ഇന്നിപ്പോൾ ഇങ്ങനൊരു വലിയ വേദിയിൽ അയാദി എത്തി നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻ്റാണ്. ഞാനൊരു ഒരു ചെറിയ സ്റ്റോറി പറയാം. നമ്മളൊന്നും കമ്പാരിസൺ ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ് അല്ലേ? ആർക്കെങ്കിലും ഇഷ്ടമാണോ നമ്മളെ അപ്പുറത്തെ വീട്ടിലെ കുട്ടീനെ കണ്ടുപിടിക്കുക, ഇപ്പുറത്തെ അവനെ കണ്ടുപിടിക്കുന്നൊക്കെ പറയാൻ നമുക്ക് ആർക്കും ഇഷ്ടമല്ലല്ലോ. എന്നെ സംബന്ധിച്ച് എനിക്കത് തീരെ ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ പഠിച്ചവനെ നമുക്കിങ്ങനെ വീട്ടിൻ്റെ അപ്പുറത്തുള്ള ആൾക്കാരെ കാണിച്ചിട്ടായിരിക്കും പാരൻസിനെ ഉപദേശിക്കാനുണ്ടാവുക. പക്ഷെ എൻ്റെ വീട്ടുകാർക്ക് പഠിച്ചവൻ ഒരു ബുദ്ധിമുട്ടും കൊടുത്തില്ല. കാരണം എന്നെ ഇരട്ടകളിൽ ഒരാളായിട്ടാണ് ജനിപ്പിച്ചത്. അപ്പോൾ കമ്പാരിസണ് പുറത്ത് എവിടെയും പോകണ്ട, വീട്ടിൽ തന്നെ ആളുണ്ട്. അപ്പം ഞാനും അവളും ഒന്നിച്ച് പഠിച്ച എല്ലാം 1-ാം ക്ലാസ് മുതൽ +2 വരെ ഒന്നിച്ച് പഠിച്ചിട്ടുള്ള കുട്ടികളായിരുന്നു. പക്ഷേ നമ്മൾ രണ്ടുപേരും ഒരേപോലെയല്ല, ഇരട്ടകളാണ് എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ, അത് ഫിസിക്കലി. പക്ഷേ സ്വഭാവം കൊണ്ടായാലും പഠിത്തത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാം രണ്ടും എൻ്റെയർ ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവൾ കുറച്ചും കൂടെ പഠിക്കാനൊരു മിടുക്കിയായിരുന്നു. നമ്മൾ +1 നന്നായിട്ട് പഠിക്കും. ആൾക്ക് നമ്മൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അപ്പം കൈവോക്കിയിട്ട് ആൻസറൊക്കെ പറയുന്ന ആ ഒരു ടൈപ്പ് ഓഫ് സ്റ്റുഡൻ്റ് ആയിരുന്നു എൻ്റെ ട്വിൻ സിസ്റ്റർ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, എവിടെ പോയാലും ഞാൻ കേൾക്കുന്ന ഒരു ചോദ്യം എന്തായിരിക്കും, എന്താ അവളെപ്പോലെ നീ പഠിക്കാത്ത എന്നുള്ള ചോദ്യം തന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത്. അങ്ങനെ നമ്മൾ +2 ഇരിക്കുമ്പോഴാണ് നമ്മുടെ +1 റിസൾട്ട് വരുന്നത്. സ്വാഭാവികമായിട്ടും അവൾക്ക് 6 സബ്ജക്റ്റിൽ 5 A+ഉം 90 above% ഉണ്ട്. എനിക്ക് കിട്ടിയത് 89%. നമ്മുടെ +1 കിട്ടിയ നല്ല മാർക്ക് കിട്ടിയ കുട്ടികൾക്ക് മൊമെൻ്റൊക്കെ കൊടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ 90% കിട്ടിയ വകയിൽ അവൾക്കും ഉണ്ട്, 6+ കിട്ടിയവർ കുട്ടിയൊക്കെ ഉണ്ട്. പക്ഷേ 1%ൻ്റെ കുറവിൽ എനിക്കത് കിട്ടാതെ പോയതിനേക്കാൾ എനിക്ക് വിഷമമായത് ബാക്കിയുള്ളവരുടെ ചോദ്യമായിരുന്നു, എന്താ അവൾക്ക് കിട്ടിയല്ലോ നിനക്ക് കിട്ടാതിരുന്നേ. അങ്ങനെയുള്ള, അതായത് നമ്മൾ ആ ഒരു 16 വയസ്സിൽ താങ്ങാൻ പറ്റുന്നൊരു വേദന ആയിരുന്നില്ല എനിക്കത്. അങ്ങനെ +2 കഴിഞ്ഞു. +2 കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അവൾ 5 A+ മെയിൻറ്റെയിൻ ചെയ്തു. ഞാൻ പിന്നെയും കുറഞ്ഞ് അത് 84%ലേക്ക് എത്തി. അപ്പം ഞാൻ എൻ്റെ ലൈഫിൽ ഒരിക്കലും ടോപ്പ് സ്കോർ എത്തണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. കാരണം എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ചിന്തിക്കുന്നത് അതെപ്പോഴും മെമ്മറി ടെസ്റ്റാണ്. നിങ്ങൾക്ക് ഇത്ര സമയം കൊണ്ട് പഠിച്ചത് എത്ര സമയം വരെ ഓർത്തിരിക്കാൻ വേണ്ടി പറ്റുന്നു, അതാണ് നമ്മളൊരു ടോപ്പ് സ്കോറിൽ വരുന്ന ഒരാൾക്ക് കിട്ടുന്നൊരു, അതാണ് ഞാൻ അങ്ങനെ കരുതിയിട്ടുള്ളത്. പക്ഷെ ഞാൻ എപ്പോഴും എന്നിൽ വിശ്വസിച്ചിരുന്നു. അതായത് നിനക്ക് മറ്റൊരാൾ പഠിപ്പിച്ച് തന്നതല്ലാതെ നിൻ്റെ ഉള്ളിൽ വേറെന്തോ ഒരു ഫരീദ ഉണ്ട് എന്നുള്ളത്. അതായത് ട്വിൻസ് ആണെങ്കിലും പഠിച്ചോ നമ്മൾ രണ്ടുപേരും രണ്ടായിട്ട് എന്നെ പഠിച്ചത്. അപ്പോൾ അവളുടേതായ കഴിവിൽ മികച്ചതാണെങ്കിൽ ഞാൻ എൻ്റെതായ കഴിവിൽ മികച്ചതാണ്. ഇന്നിപ്പോൾ ഇവിടെ ഞാൻ നിൽക്കുന്നത് ടോപ്പ് സ്കോർ ലിസ്റ്റിലല്ല, ഞാൻ സ്വന്തമായിട്ട് ഒരു പുസ്തകം എഴുതി. അപ്പോൾ നമ്മൾ പഠിച്ചിറങ്ങിയ ഇടങ്ങളിൽ നമ്മളെ വീണ്ടും സ്വീകരിച്ച് ആദരിക്കപ്പെടുക എന്നുള്ളതൊരു ചെറിയ കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആഗ്രഹിച്ചതുപോലെ ഞാൻ എങ്ങനെ സ്വീകരിക്കപ്പെടണം എന്നാണോ ആഗ്രഹിച്ചത് ആ ഒരു ലെവലിൽ തന്നെ ഞാൻ സ്വീകരിക്കപ്പെടുന്നുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ട് അവൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു, PG കംപ്ലീറ്റ് ചെയ്തു. PGൻ്റെ കോൺവക്കേഷൻ വേദിയിൽ അവൾക്ക് യൂണിവേഴ്സിറ്റിയിൽ A ഗ്രേഡ് ഡിസ്റ്റിങ്ഷനോടെയാണ് അവൾ PG പാസ് ചെയ്ത്. അവൾ അന്ന് ആ വേദിയിൽ വെച്ചിട്ട് ചൊല്ലിയത് എൻ്റെ പുസ്തകത്തിലെ കവിതയായിരുന്നു. ഭയങ്കര ഇൻസ്പിറേഷനായിട്ടായിരുന്നു അവൾ അതിനെപ്പറ്റി സംസാരിച്ചത്. അത് ചെറിയൊരു പോയമാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. തങ്ങിപ്പോവരുത്, നമുക്കിനിയും ഒഴുകാനുണ്ട്. വഴിയിലൊരു വസന്തകാലം നമ്മളെയും കാത്തിരിപ്പുണ്ട്. പുറകെ വരുന്ന മനുഷ്യർക്ക് വഴി കാണിക്കാൻ ഒരു പൂക്കാലം അടയാളപ്പെടുത്തണം നമുക്ക്. വാ ഒഴുകാം, കടൽ കാണണ്ടേ നമുക്ക്. നമ്മൾ സ്ത്രീകളൊക്കെ വെള്ളം പോലെയാണ്. നമ്മളെ കെട്ടി നിർത്താനും തടഞ്ഞു നിർത്താനും ഒരുപാട് മനുഷ്യരുണ്ടാവും. പക്ഷെ നമ്മൾ അവരെയും കവിഞ്ഞ് ഒഴുക തന്നെ വേണം. കാരണം നമുക്ക് വേണ്ടി നിൽക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ
മക്കളിലൂടെയാണ് പാരൻസ് അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിയിട്ടുണ്ടായിരുന്നത്. അതായത് എനിക്ക് കിട്ടാതെ പോയത് എൻ്റെ മക്കൾ നേടട്ടെ എന്നുള്ളത്. പക്ഷെ കാലം മാറി, മക്കൾ അവരുടെ വഴിക്ക് നേടുന്നുണ്ട്. പക്ഷെ പാരൻസ് അവർക്ക് ഇഷ്ടമുള്ളത് അതേപോലെ തന്നെ നേടുന്നുണ്ട്. അതിന് ആയാതി നല്ലൊരു പ്ലാറ്റ്ഫോമായിട്ട് ഇന്നത്തെ സ്ത്രീകൾക്ക് ഒരു നല്ലൊരു അവസരം കൊടുക്കുന്നത് അത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, എവിടെയും കൊണ്ട് നിർത്തരുത്, നിങ്ങൾ എപ്പോഴും തുടർന്നുകൊണ്ടിരിക്കണം. നിങ്ങളുടെ ഈ കോൺവൊക്കേഷനൊക്കെ കഴിഞ്ഞാലും നിങ്ങൾ ഡിഗ്രി അച്ചീവ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ അപ്പുറത്തേക്കും ഉണ്ട്. ആ കാര്യങ്ങൾ കൂടി നേടണം. എവിടെയും നിന്ന് പോകാൻ പാടില്ല. ഈ വയസ്സാം കാലത്താണോ പഠിക്കാൻ ഇറങ്ങിയെന്നൊക്കെ ആൾക്കാർ ചോദിക്കും. അതൊന്നും മൈൻഡ് ആക്കണ്ട. വെറുതെ ഇരുന്നാലും വയസ്സാവും, പഠിച്ചുകൊണ്ടിരുന്നാലും വയസ്സാവും. പഠിച്ചാൽ നമുക്കൊരു ഡിഗ്രി PG ജോലി അതുകൂടെ നമ്മളെ വയസ്സാവുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇങ്ങനെ ഒരു അവസരം തന്ന ആയാതി ടീം, മാനേജേഴ്സ്, ഡയറക്ടേഴ്സ്, ഞാൻ എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.